വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, യാതൊരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനോ ഒന്നും തന്നെ MDF ബോർഡിൽ ഉണ്ടായിരുന്നില്ല. MDF ബോർഡ് റെസിൻ ഇങ്ങനെ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് ഒന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. ഇത് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ റെസിൻ വർക്ക് എപ്പോൾ കൊളായെന്ന് ഓർത്താൽ മതി. ഹായ് ആർട്ടിസ്റ്റ്, ഇറ്റ്സ് മീ അൻസ. ഇന്നത്തെ വർക്കിന്റെ ബേസ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് റെസിൻ ചെയ്തെടുക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരു 24 ഇഞ്ച് റേഡിയസ് ഉള്ള ഒരു റൗണ്ട് MDF ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നേരത്തെ ഓപ്പൺ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, യാതൊരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനോ ഒന്നും തന്നെ MDF ബോർഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് തള്ളിയൊക്കെ നിൽക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് അവരൊന്ന് പാക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഡാമേജ് ഒക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു. ഇനി നമ്മൾ റെസിൻ ഇതിൽ ഒഴിക്കുമ്പോൾ MDF ബോർഡ് റെസിൻ ഇങ്ങനെ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസ് ഒന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. കുറച്ച് ഫെവിക്കോളും കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിന്റും വളരെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് വാട്ടറി ആവാനും പാടില്ല. എന്നിട്ട് നമുക്ക് ഇനി ആ MDF ബോർഡിന്റെ ബേസിലോട്ട് അതങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യാനെടുത്തപ്പോൾ അതിന്റെ ഫ്രണ്ട് ഭാഗത്തും ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അണ്ടർ പെയിന്റിംഗ് ഒന്നും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, നേരെ റെസിൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഗ്ലൗസ് ഇടുക, മാസ്ക് വെക്കുക, എന്നിട്ട് 3:1 റേഷ്യോയിലുള്ള റെസിനാണ് ഞാൻ എടുക്കുന്നത്. റെസിൻ മിക്സ് ചെയ്യുന്ന പാത്രം നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ. ഒരു അടുക്കും പൊടിയോ ഒന്നും പാടില്ല. എന്നിട്ട് നമുക്കത് മെഷർ ചെയ്ത് കൊടുക്കാം. മെഷർ ചെയ്യുന്ന സ്കെയിൽ ഓണാക്കി ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഹാർഡനർ ഒഴിക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസിൻ വേണം. ഏകദേശം 94 ഗ്രാം ഹാർഡനറും വേണം, അതിൻ്റെ 3 ടൈംസ് റെസിനും വേണം. എന്നിട്ട് നമുക്ക് ആ റെസിനും ഇതേപോലെ മെഷർ ചെയ്തെടുക്കാം. പയ്യെ പയ്യെ ഓരോ ചെറിയതായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആദ്യം എല്ലാം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ തെറ്റും. അപ്പോൾ 282 ഗ്രാം റെസിന് നമുക്ക് വേണ്ടി വരും ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ എങ്ങനെയാണ് റെസിൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. റെസിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിൻ കാൽക്കുലേറ്ററിന് ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ചധികം ഓപ്ഷൻസ് വരും. ഞാനിപ്പോൾ ഇതിൽ ആദ്യം കാണുന്ന തുളസി റെസിൻ കാൽക്കുലേറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, റെക്ടാങ്കിൾ, സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ. എൻ്റെ ഇതിപ്പോൾ സർക്കിൾ ആയതുകൊണ്ട് ഞാൻ സർക്കിൾ ഓപ്ഷൻ ചൂസ് ചെയ്തു. പിന്നെ കോട്ടിങ്ങും ഉണ്ട്, കാസ്റ്റിംഗും ഉണ്ട്. എൻ്റെ ഇത് കോട്ടിങ് ആയതുകൊണ്ട് കോട്ടിങ് ചൂസ് ചെയ്തു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 3:1 റേഷ്യോയിലുള്ള റെസിൻ ആയതുകൊണ്ട് 3:1 ചൂസ് ചെയ്തു. എന്നിട്ട് അതിൽ ഡയമീറ്റർ ഇഞ്ചസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 24 ഇഞ്ചസിലുള്ള MDF ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടോ, 284 ഗ്രാം റെസിനും 94 ഗ്രാം ഹാർഡനറും അങ്ങനെ വെച്ചിട്ടാട്ടോ ഞാൻ റെസിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാനുള്ള എക്സാക്ട് എമൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തീർന്നു പോകുമോ, പിന്നെ രണ്ടാമത്തെ മിക്സ് ചെയ്യേണ്ട കാര്യമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. അങ്ങനെ റെസിനും ഹാർഡനറും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം ചെറിയ കപ്പിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 5 കപ്പിലോട്ട് റെസിൻ കുറച്ചായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് കുറച്ച് കൂടുതൽ റെസിൻ ഒഴിച്ച് വെച്ചിട്ട് ബാക്കി കുറച്ച് ക്ലിയർ റെസിൻ മാറ്റി വെക്കണേ. അപ്പോൾ ഞാൻ കളർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാനൊരു ഗ്രീൻ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ഈ കളർ എടുക്കുമ്പോഴും നമ്മൾ കളർ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെസിനിലോട്ട് കുറച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ കളർ പിഗ്മെന്റ്സ് നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ചെറിയ സ്പോട്ട് പോലെ കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലോണം അടിയിലേക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. അപ്പോൾ സ്റ്റിക്ക് നോക്കുമ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ റെസിൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കളറും ഇതേപോലെ മിക്സ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കളേഴ്സ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ റെസിനിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ കളേഴ്സും ഇതേപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഷൈനിങ് ഒക്കെ കുറവുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് മൈക്ക പൗഡർ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡാർക്ക്, ലൈറ്റ്, അതിൻ്റെ ഒരു ചെറിയ ഇടയിൽ അങ്ങനെ കുറേ ഗ്രീന് കളർ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേസിൻ്റെ ബാക്കിൽ കുറച്ച് പണികളുണ്ട്, അല്ലെങ്കിൽ റെസിൻ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബേസിൽ കുറച്ച് വാസ്ലിൻ നമുക്ക് തേക്കാനുണ്ട്. വാസ്ലിൻ തേക്കുന്നതിന് പകരം നമുക്ക് ടേപ്പ് ഒട്ടിച്ചാലും മതി. പക്ഷെ എനിക്ക് എപ്പോഴും കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നിയത് വാസ്ലിൻ ആണ്. അപ്പോൾ വാസ്ലിൻ തേക്കുമ്പോൾ നമ്മളിട്ട് കിടന്ന് ഉരയ്ക്കാതെ പയ്യെ സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഡ്രസ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇത് ലെവലാണോ എന്ന് നോക്കണം. ഒരു ലെവലർ എടുത്തിട്ട് അതിന്റെ ബബിള് കറക്റ്റ് നടുവിലാണെങ്കിൽ ഇത് ലെവലാണെന്നാണ് അർത്ഥം കേട്ടോ. ഇത് ലെവൽ അല്ലെങ്കിൽ ഡ്രസ്സിന് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒഴിച്ചാലും അതൊരു സൈഡിലോട്ട് ഒലിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവലർ യൂസ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസൈൻ വേണമല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ആക്രിലിക് കട്ടിങ് ഒന്ന് വെച്ചിട്ട് അത് എവിടെ റെസിനൊക്കെ ഒഴിക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം
പിന്നെയും ലെവലർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ മാറ്റുമ്പോൾ ചിലപ്പോൾ അതിന്റെ ലെവല് മാറാൻ വഴിയുണ്ടാവും. എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമുക്കിന് റെസിൻ ഒഴിച്ചു കൊടുക്കാം. റെസിൻ ഇപ്പൊ ഞാൻ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് പോകുന്ന രീതിയിലാണ് ഒഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോ എന്റെ മനസ്സിലിപ്പോ ഡാർക്ക് ഒഴിച്ചു, അതിന് തൊട്ട് താഴെ അതിനും ചെറിയ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ അതിന് തൊട്ട് താഴെ അതിനും ചെറിയ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി ഗ്രീൻ മാത്രം ആവാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു ബ്ലൂ ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് വരും. ഒരേ കളർ തന്നെ കൊടുക്കാതെ കുറച്ചൊരു കളർ ഗ്രേഡിയന്റ് ആയി കുറച്ചൊരു കളർ ഷെയ്ഡ് ഡിഫറൻസോട് കൂടി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കുറച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ലൈറ്റ്, അതിലും ലൈറ്റ്, പിന്നെ കുറച്ച് ബ്ലൂ ഷെയ്ഡ്, അങ്ങനെ. അത് ആ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കുറച്ച് ഡേർട്ടി പോറിംഗ് മെത്തേഡ് വഴി ഒഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഡ്രസ്സിന്. അത് ഡേർട്ടി പോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിലോട്ട് നമുക്ക് ഉണ്ടായ ആ കളേഴ്സ് മൊത്തം ഒഴിക്കുക. കപ്പിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്, അത് അതുപോലെ തന്നെ വെക്കുക. വെച്ചിട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പയ്യെ ഇങ്ങനെ വിക്ലി പോലെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ പോലെ വരും. അപ്പൊ അതാണ് കേട്ടോ ഡേർട്ടി പോറിംഗ് ആയിട്ട് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലൂ, ഡാർക്ക്, ലൈറ്റ് അതെല്ലാം ഒഴിച്ചു. എന്നിട്ട് അതിന്റെ നടുവില് എൻ്റെ ഉണ്ടായ ബാക്കി കളേഴ്സ് എല്ലാം ഞാൻ ഒഴിക്കുകയാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു മെത്തേഡ് ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഡാർക്ക് കുറവ് ഉള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ആ ഡാർക്ക് കളർ ഒഴിക്കുക, ലൈറ്റ് കളർ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ലൈറ്റ് കളർ ഒഴിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം ഉണ്ടായ റെസിനെല്ലാം പിന്നെ ഞാൻ കുറച്ച് ഡേർട്ടി പോർ പോലെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ റെസിന് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്, നല്ല കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഒരു ഡ്രോപ്പ് പോലും ഒഴിവാക്കാതെ വേസ്റ്റ് ആക്കാതെ വേണം കേട്ടോ നമ്മളിത് യൂസ് ചെയ്യാൻ. കാരണം ഇതെല്ലാം നമ്മുടെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് അതിലെന്തായാലും ഒരു പ്രോഫിറ്റ് വേണം. കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണം, എന്നാൽ യൂസ് ചെയ്തത് ഒരുപാട് വേസ്റ്റ് ആക്കാനും പാടില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം കേട്ടോ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെസിനെല്ലാം ഒഴിച്ചതിന് ശേഷം അവിടെ ഇവിടേക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നമ്മുടെ കൈ വെച്ച് ഡാബ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് പയ്യെ ഇങ്ങനെ ഡാബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്കും കമന്റ്സ് ഒക്കെ ചെയ്ത് ഒന്ന് എൻഗേജ്ഡ് ആക്കിയാൽ മാത്രമേ വീഡിയോ കൂടുതൽ ആൾക്കാർക്കിലേക്ക് എത്തുള്ളൂ. അതിലൊന്നും ഒരു വിഷുക്കും കാണിക്കാതെ നല്ല സപ്പോർട്ട് വേണം കേട്ടോ. ഇപ്പൊ ഏറ്റവും അവസാനം ഒരു യെല്ലോ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ടിട്ട് അതും ഒഴിച്ചതിന് ശേഷം ബബിൾസ് എല്ലാം കളയണം. അപ്പൊ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. ആ ലൈറ്റർ വെച്ചിട്ട് ഫുൾ ബബിൾസും കളയണം കേട്ടോ. ഇത് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ റെസിൻ വർക്ക് എപ്പോൾ കൊളായെന്ന് ഓർത്താൽ മതി. അടുത്ത ദിവസം ആയപ്പോഴേക്കും ഡ്രസ്സ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെക്കണം. സ്റ്റോൺ വെക്കുന്നതിന് മുമ്പ് ആദ്യത്തെ കുർത്തിയുടെ കട്ടൗട്ട് ഒന്ന് വെക്കുന്നുണ്ട്. വെച്ചിട്ട് ഒരു ഗോൾഡൻ മാർക്കർ വെച്ചിട്ട് ചെറിയൊരു ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴേ കുറച്ചും കൂടി ഒരു ഐഡിയ വരും. സ്റ്റോൺസ് ഒക്കെ എവിടെ വെക്കണം, ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ. ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ സ്റ്റോൺ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫ്ലോപ്പ് ആവുന്നുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് റെസിന് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2:1 റേഷ്യോയിലുള്ള റെസിനാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിലോട്ട് കുറച്ച് ക്ലിയർ റെസിൻ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് ക്രിസ്റ്റൽസിന്റെ എല്ലാ ഭാഗത്തും ഈ റെസിൻ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല ഷൈനിങ്ങോട് കൂടി ഈ ക്രിസ്റ്റൽസ് കിട്ടും. നല്ല ഗ്രീൻ കളറിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാണോ ആ കളറിലുള്ള ക്രിസ്റ്റൽസ് കിട്ടും. അതല്ലാതെ നമ്മൾ ഇതൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും, നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലാഭത്തിൽ ചെയ്യാനും പറ്റും. എന്നാൽ നമ്മുടെ വർക്ക് മറ്റുള്ളവരിൽ നിന്ന് നല്ലൊരു എന്തെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ക്രിസ്റ്റൽസ് ഒക്കെ വെച്ചതിന് ശേഷം ഇതും ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. 5 ഗ്രാം ഹാർഡനറും 10 ഗ്രാം റെസിനും കൂടി മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, സ്പാർക്ലിംഗ് ഗ്ലിറ്റർ. അത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക റെസിനായിട്ട്. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലോട്ട് ഈ മിക്സ് ചെയ്ത റെസിൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് പൈപ്പിംഗ് ബാഗിലോട്ട് ഒഴിക്കുമ്പോഴുണ്ടല്ലോ കുറച്ചുകൂടി കൺട്രോൾ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് സ്റ്റോൺ വെച്ചതിന്റെ സൈഡിൽ കൂടി ചെറിയൊരു ബോർഡർ വരച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ പൈപ്പിന്റെ ബാഗിലോട്ട് വെക്കുന്നത് കൊണ്ടാണ് നല്ല നീറ്റ് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതും ഒഴിച്ച് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള കാര്യം കൂടി ചെയ്യാം. ഞാനിപ്പോൾ ആക്രിലിക് കട്ടൗട്ട് വെച്ചിട്ട് അതൊന്ന് ഗ്ലൂ ചെയ്യുന്നുണ്ട്. പശ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഈ ആക്രിലിക് കട്ടൗട്ടിന്റെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് ഫിലിം ഉണ്ടാവും, അതൊന്ന് റിമൂവ് ചെയ്യാം.
എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഇതിന് ടോപ്പ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തില്ലേ സെയിം എമൗണ്ടിൽ തന്നെ റെസിനും ആർഡറും മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാൻ പോയപ്പോൾ എനിക്ക് പിന്നെയും പേടിയായി, ഞാൻ പിന്നെയും മിക്സ് ചെയ്യണം. കാരണം ഈ ടോപ്പ് കോട്ടിങ് എങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹാർഡ് വർക്ക് മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ റെസിൻ ഫൈനൽ കോട്ടിങ് ഒഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാനത് എത്രയൊക്കെ മിക്സ് ചെയ്തിട്ടും എനിക്ക് തൃപ്തി വരില്ല. അപ്പം അതുപോലെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ടോപ്പ് കോട്ടിങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടോപ്പ് കോട്ടിങ്ങും ഇതേപോലെ എല്ലാ സ്റ്റോണിലോട്ടും നന്നായിട്ട് എത്തുന്ന രീതിയിൽ പിശിക്കാതെ നല്ല രീതിയിൽ റെസിൻ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമുക്ക് ബബിൾസ് എല്ലാം പൊട്ടിച്ചു കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് ലൈറ്റർ എടുക്കുന്നുണ്ട്. ലൈറ്ററിൽ വെച്ചിട്ട് എനിക്ക് തൃപ്തി വരാതെ വന്നപ്പോൾ ഞാനൊരു ബബിൾ സ്പ്രേ റിമൂവറും കൂടി സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബബിൾ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യരുത് കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അസല് പണി കിട്ടും. അതെന്താ പണി കിട്ടണമെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ടോപ്പ് ലെയറും കൂടി കൊടുത്ത് നമുക്കതങ്ങ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയി. ഇപ്പൊ ഞാൻ മാത്രം ബ്യൂട്ടിഫുൾ എന്ന് പറയാതെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം കൂടി പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.